ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും ഈ കൂടാതെ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ ഉൾക്കൊള്ളലായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ അതിനുമേൽ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരുവാനല്ല കൃത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ എടുപ്പാൻ ചെയ്യാൻ ഞങ്ങളെ കൂടാതെ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് നൽകുന്നു. അതിനായി ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവത്തിന്റെ. ആകയാൽ ഞങ്ങളെല്ലാം എപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനോടാകുന്ന പ്രദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയല്ല വിശ്വാസ താല്പര്യം ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരത്തെ കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നതാകുവാൻ അഭിമാനിക്കുന്നു. അവനവന്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അത് നന്മ പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും മുമ്പാകെ ഉൾപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമർപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ മനസ്സാക്ഷികളിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങളെ തന്നെ നിങ്ങളോട് സാഹിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയാൻ നിങ്ങൾക്ക് വകയുണ്ടാവേണ്ടതിന് ഞങ്ങളെ കുറിച്ച് പ്രശംസിക്കാൻ നിങ്ങൾക്ക് കാരണം തരികയെ ചെയ്യുന്നത്. ഞങ്ങൾ വിശന്മാരെന്ന വരിയിൽ ദൈവത്തിനും സുബോധമുള്ളതെന്ന വരിയിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവരെ ഞങ്ങൾക്കായിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർന്നവരായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവരെല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്ന് ആരെയും പ്രകാരം അറിയുന്നില്ല, ക്രിസ്തുവിനെ പ്രകാരം അറിഞ്ഞെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുതരം ക്രിസ്തുവിനായ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാണ് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെ ദൈവം തന്നെ കാരണബോധൻ. അവൻ നമ്മെ ക്രിസ്തുപോലെ തന്നോട് നിരപ്പിച്ചു ശുശ്രൂഷ ഞങ്ങൾ തന്നിരിക്കുന്നു. ദൈവലോകത്തിൽ ഞങ്ങളെ മെനക്കെടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളോട് ഭ്രമിപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാർത്ഥികളായി ദൈവത്തോട് നിരന്നുയരുന്ന ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾക്ക് മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപമറിയാത്തവനെ നാം മുന്നിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പിതാവിനും പുത്രനും പരിശുദ്ധവുമായിരിക്കും സ്തുതി. കർത്താവേ, അവിടുത്തെ കരങ്ങളിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മനുഷ്യരുടെ ജീവിതം ഈ ലോകത്തിൽ സുരക്ഷിതമായ നാളുകളിൽ ജീവിക്കുന്നു.
നാളുകൾ ക്രിസ്തുവിനോട് വസിക്കാൻ ഇടയാക്കണമേ. നിന്നോട് ജീവിക്കാൻ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. അതിൽ വിശ്വസിക്കുന്ന ജീവിക്കുന്നതിന് അത് ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ആശ്വാസം തരുമ്പോൾ ഞങ്ങൾ എന്നെ വിശ്വസിക്കാൻ ആശ്രയിക്കാൻ കർത്താവിനെ സ്വർണ്ണപ്പെടുവാൻ തൊക്കെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്ന ദാസൻ. 71 വർഷക്കാലം കർത്താവ് ഭൂമിയിൽ ജീവിക്കാനായിട്ട് അവിടുന്ന് അവസരം നൽകി. ദൈവമേ, ഏറ്റവും മാതൃകയോടും കർത്താവിനൊക്കെ പ്രകടനമായി നന്മ പ്രവർത്തിച്ച് ബന്ധങ്ങളിലും ഇടപാടുകളിലും ഒക്കെ കർത്താവ് നീതി സത്യസന്ധതയും പുലർത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് അവിടുന്ന് ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജീവിതം നയിക്കാനും മക്കളെയും മക്കളെയും ഒക്കെ കണ്ട് സന്തോഷിക്കാൻ ദൈവം കൊടുത്ത എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദാസനിലൂടെ കർത്താവ് സമൂഹത്തിന് ദേശത്തിന് സഭയ്ക്ക് എല്ലാം ലഭിച്ചതായിട്ടുള്ള കർത്താവ് എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ല മാതൃകളെ പിൻപറ്റുവാനും ഞങ്ങൾ വിശ്വാസത്തിലും കർത്താവ് നിങ്ങളുടെ ബന്ധത്തിൽ നിലനിൽപ്പാനായിട്ട് സഹായിക്കണമേ. ദേശമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദാസിയെ ആശ്വസിപ്പിക്കണമേ, പ്രാർത്ഥിക്കുന്ന സമാധാനം കൊടുക്കണമേ, പ്രത്യാശ ധൈര്യം കൊടുക്കണമേ. പ്രാർത്ഥിക്കുന്ന മക്കളെ ഇവരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ വേർപാട് കർത്താവിന് മക്കൾക്കെതിരായിരിക്കുമ്പോൾ അവിടുന്ന് ആശ്വാസം നൽകി കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ കർത്താവ് വേദനയും കഷ്ടതയും രോഗവും ഒക്കെയും ഉണ്ടല്ലോ. കർത്താവിന്റെ മധ്യത്തിൽ കടന്നു പോകാതിരിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ അവർ സഹായിക്കണമേ. അവങ്ങളിലേക്ക് നോക്കുന്നു പ്രായശ്ചിതമായി അവരുടെ മുഖം ലജിച്ചു പോയില്ല എന്ന് കർത്താവ് ഓർമ്മിക്കുമ്പോൾ എന്റെ മുഖത്തേക്ക് നോക്കുവാൻ അത് മാത്രമാണ് കർത്താവിന് ആശ്വാസമായിട്ടുള്ളത്. ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള കർത്താവിന് സന്നിധി മാത്രമാകുമല്ലോ. അതാവുന്ന നിത്യമായ സമാധാനം അവിടെ ലഭിക്കുന്ന കർത്താവ് അതിന്റെ മക്കൾക്ക് അനുഭവമാകുവാൻ കൊണ്ട് സഹായിക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നു. പരിപാടിയുള്ളവരെല്ലാവരെയും കൂട്ടി വരുത്തുന്നതിനെ പ്രാർത്ഥിക്കുന്ന കർത്താവിനെ കൃത്യമായ ആശ്രയത്തിൽ നൽകുവാൻ എല്ലാ ശുശ്രൂഷകളും ദൈവം വ്യാപരിപ്പാൻ തൊക്കെ അവർ സഹായിക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സമാധാനവും ആശ്വാസവും നൽകി കൊടുക്കണമേ. ഇന്നത്തെ പകലിന്റെ കർത്താവ് ഞങ്ങളെല്ലാം ആരാധനകളിലോട്ട് സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മരണത്തിലേക്ക് പോകുന്നവരാകുന്നു ഓർക്കുവാൻ ദിനംതോറും കർത്താവ് കഴിഞ്ഞു പോകുമ്പോൾ മരണത്തോട് അടുക്കുന്നുള്ള ബോധ്യം തരണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അനുയോജ്യമായ ജീവിക്കാട്ടിയാകുന്നു പൂർവ്വം പാപം വിമർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തോട് കൂടിയിരിക്കുന്ന സമാധാനവും ആശ്വാസവും നൽകി കൊടുത്ത കർത്താവിൽ അവിടുന്ന് മക്കളെ എല്ലാവരെയും അവിടുന്ന് നിലനിർത്തുന്നേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും കർത്താവിന്റെ എത്തേണ്ടവരാണ്. അവരുടെ പ്രത്യാശയില് ആശ്വാസം കണ്ടെത്തുവാൻ ഇടയാക്കണമേ. കർത്താവിൽ ആശ്രയിപ്പാൻ നമ്മൾ തുറന്നു ഇടയാക്കണം. സകലവും യേശുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. സുഖസ്നാനിയുടെ ദാവി നാമം രാജപരണമേ. എന്റെ ശുശ്രൂഷകളെ പലമുണ്ടായി ഞങ്ങളുടെ ആശീർവാദം തരണമേ. സർക്കാരോട് ശിക്ഷിക്കുന്ന പോലെ ദോഷം ദക്ഷിണയിൽ പ്രവേശിക്കാതെ ശക്തി മഹത്വം നീക്കുള്ളതാകുന്നു. ദൈവത്തിന്റെ ആശ്വസിപ്പിക്കുന്ന സമാധാനം കരുണകളുടെ ഭവനത്തോട് പ്രത്യേകിച്ച് വേർപാട് കുടുംബാംഗങ്ങളോട് എല്ലാവരോടും കൂടെ പലപ്പോഴും വഴിനടത്തുമാറാകട്ടെ. മാറി മാറി ഉണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന്
ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളുടെവെന്ന് നിങ്ങൾ അന്നറിയും. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളതിന് അനുഭവിക്കുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ. ഒരു ഭാഗ്യമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ഒരു മരണം ഭാഗ്യമായി മാറുക? ഈ ലോകത്തിലേക്ക് വന്ന ജീവിതം അത് ഉടയവനിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ ജീവിതം അല്ലെങ്കിൽ മരണം ഭാഗ്യമാണ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലമത്രയും ഏറെ വിശ്വാസതീക്ഷ്ണതയോടുകൂടെ ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ നിലനിൽക്കാനൊക്കെയും സാധിച്ചിട്ടുണ്ട്. തലമുറകളായി ലഭിച്ച വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്നതിനും മക്കളെയും ആ രീതിയിൽ തന്നെ കൊണ്ടുവരുന്നതിനുമൊക്കെ പ്രിയപ്പെട്ട ദാസനോട് സാധിച്ചു എന്നുള്ളതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഓരോ മരണവും നമ്മളോട് ശാന്തമായി സംസാരിക്കുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇന്ന് ഞാൻ ഈ വഴിയായി കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നു, നാളെ നിങ്ങളും ഈ വഴിയായി പോകേണ്ടവരാണ്. അതുകൊണ്ട് ഈ മരണം ശാന്തമായി നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും നാളെ എൻ്റെ ജീവിതം ഈ വിധത്തിൽ ആയി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ജീവിതം നാളത്തെ എൻ്റെ ജീവിതം കുറെ കൂടെ ക്രമപ്പെടുത്തി കർത്താവിന് യോഗ്യമായ വിധത്തിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമായി തീരട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രത്യാശയോടുകൂടെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ഒരു വിശ്വാസം, കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഈ പ്രിയപ്പെട്ട ദാസനുമായി ഒരുമിച്ച് നമുക്ക് കർത്താവിനെ എതിരേൽക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവതമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുശോചനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി, ആലപലത്തേക്ക് തന്നെ. ആമേൻ. തലമുറയായി ഞങ്ങളുടെ സംഗീതവും കോട്ടയുമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതം അവിടുത്തെ വകയാകുന്നു, അവിടുത്തെ മഹാദാനമാകുന്നു എന്നുള്ള വലിയൊരു ഓർമ്മ
ഞങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെയും ദൈവം നീ അനുദിനം അവിടുന്ന് നൽകി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നീ വിളിക്കുന്ന നാളിൽ ഞങ്ങൾ അവിടത്തേക്ക് മടങ്ങി വരേണ്ടുന്നവരാകുന്നുവല്ലോ. ദൈവം നിന്റെ വിളി കേൾപ്പാൻ തക്കവണ്ണം ദൈവം നീ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ പ്രിയപ്പെട്ട ദാസന്റെ നല്ല ജീവിതത്തിനായിട്ടൊക്കെയും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്നോട് ചേർന്ന ജീവിതത്തെ കാണാനും മനസ്സിലാക്കാനും ഒക്കെയും അവിടുന്ന് സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. ദൈവമായ കർത്താവേ, നിന്റെ മകനിലൂടെ ഈ ദേശത്തിലൊക്കെ ലഭിച്ച നല്ല സേവനങ്ങൾക്കായിട്ട് വിശ്വാസത്തിനായിട്ടൊക്കെയും സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അതിനെയൊക്കെയും പിൻപറ്റിക്കൊണ്ട് തുടർന്നുള്ള നാളുകളിൽ നിന്റെ മക്കൾക്ക് എല്ലാവർക്കും ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാവരെയും ദൈവം നീ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവിടുത്തെ ഉന്നതമായ കൃപകൾ കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കേണ്ടുന്ന സംസ്കാര ശുശ്രൂഷകളൊക്കെയും അവിടുന്ന് കൂടിയിരിക്കണം. കാലാവസ്ഥയൊക്കെ കർത്താവെ നീ അവിടുന്ന് അനുകൂലമാക്കി തീർക്കണം. ദൂരദേശങ്ങളിൽ നിന്ന് എത്തേണ്ടുന്നവരൊക്കെ കർത്താവെ നീ യഥാസമയം അവിടുന്ന് കൂട്ടിവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ആശ്വാസത്താലും അവിടുന്ന് നിറയ്ക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നിലവിളി ക്രിസ്തുവിൽ കേൾക്കാക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും സാന്നിധ്യവും നാം ഏവരുടെ മേലും പ്രത്യേകിച്ച് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും ഇപ്പോൾ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാ. വരുവാനായിട്ടും തിരുവാറിൽ ചാരിക്കൊണ്ട് ജീവിതത്തിൽ ആശ്വാസവും സമാധാനം പ്രാപിപ്പാൻ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായിട്ടും വിശ്വാസത്തിന്റെ അനുഭവങ്ങൾക്കായി ജീവിതത്തിൽ എന്ന് ഞങ്ങൾ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും ദുഃഖങ്ങളും ഭാരങ്ങളും നൊമ്പരങ്ങളും നെടുവീർപ്പുകളും വേർപാടുകൾ നിറഞ്ഞതായ ജീവിത അനുഭവങ്ങൾ കൂടി ഞങ്ങൾ കടന്നു പോകേണ്ടത്. ഞങ്ങൾ ആഗ്രഹിക്കാത്തതായ അനുഭവങ്ങളും സാഹചര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ മാനുഷ്യമായിട്ട് വേറെ പ്രയാസങ്ങൾ ഞങ്ങളെ അലട്ടുന്നതായ സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിൽ എത്തുന്നത്. ദൈവകർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കാത്ത അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതായ ചോദ്യം ഞങ്ങളോട് തന്നെ ചോദിക്കുവാനായിട്ട് മുതിർന്നു വരും. എന്നാൽ നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിയുവാൻ തക്കണം. എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ദൈവികമായ താല്പര്യവും ഉദ്ദേശിച്ചുകൊണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിന് ഞങ്ങളെ തന്നെ വിദ്യരാത്രിയോട് ജീവിക്കാൻ തക്കണം. ദൈവത്തെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ധന്യമായ ജീവിതത്തിന് അനുഭവങ്ങളെ ഓർക്കുന്നു. കഴിഞ്ഞ നാളുകൾ ജീവിപ്പാൻ തക്കണം സഭയോടും ഇടവകയോടും ഈ സമൂഹത്തോടുള്ളതായ ബന്ധത്തിൽ ആയിരിക്കാൻ തക്കണപ്പെടുത്തതായ വലിയ കൃപയെ ഓർക്കും സ്വാഗതം ചെയ്യുന്നു. നീ നിശ്ചിച്ചതായ ചില സമയത്ത് തന്റെ ആയുസ്സിനെ പൂർത്തീകരിച്ചതിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു. വേർപാട് ദുഃഖം ഉളവാക്കുന്ന അനുഭവിക്കലും നീ ഞങ്ങൾക്ക് നൽകിയ വലിയ പ്രത്യാശയെ ഓർക്കും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ വിട്ടുപിരിയുന്നതായ പ്രിയപ്പെട്ടവരെ നിത്യതയിൽ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതായ വലിയ പ്രത്യാശ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുമ്പോൾ ആ ഒരു പ്രത്യാശയോടുകൂടി ഈ ദുഃഖകരമായ അനുഭവത്തെ അതിജീവിക്കാൻ തക്കണം നിന്റെ മകൾക്ക് വേണ്ടതായ കൃപ നീ ചൊരിഞ്ഞു നൽകണമേ. താൽക്കാലികമായിട്ടുള്ളതായ തന്നെ ലോകവാസം പൂർത്തീകരിച്ച് ദിവസത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നതായ പ്രത്യാശയോടുകൂടി ഇതിനെ അതിജീവിക്കാൻ തക്കുന്നതായ നന്മകളും നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമേ. പ്രിയമാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോണിയെ സൂചിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാനുഷ്യമായ വാക്കുകൾ നൽകുന്നതായ സമാധാനത്തിൽ ആശ്രയിക്കാൻ അല്ല, മാനുഷ്യമായ വാക്കുകൾക്ക് പരിമിതികളും ഒക്കെ ഉള്ളപ്പോൾ നിന്റെ ദിവ്യമായ സമാധാനം കണ്ടെത്തുവാൻ പ്രിയപ്പെടുന്നേ സഹായിക്കണമേ. ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സാന്നിധ്യത്താൽ ഞങ്ങളുടെ ചാർന്ന് നിൽക്കുന്നതായ കർത്താവിന്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ച് രുചിച്ചറിയുവാൻ തക്കണമേ. ലോകത്തിലെ ഞങ്ങളുടെ താങ്കളൊക്കെയും ഞങ്ങളത് മാറ്റപ്പെടുമ്പോൾ ഞങ്ങൾക്ക് താങ്ങായി ഞങ്ങളുടെ ചാരപ്രദായ കർത്താവിന്റെ ബലമുള്ളതായ തിരുത്ത് മുമ്പ് പിടിച്ചുകൊണ്ട് പ്രത്യാശയിലായിരിക്കാൻ തക്കണ പ്രിയപ്പെടുന്നേ സഹായിക്കണമേ. തുടർന്നതായ ശുശ്രൂഷകളുടെ ദൈവത്തിന്റെ കുറവ് വ്യാപരിക്കണമേ. ഏറ്റവും ഭക്തിയോട് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി പ്രിയച്ചാൽ യാത്രയെ പാത്രപ്പോൾ എല്ലാവരും നീ സഹായിക്കണമേ. ദൈവം മാത്രം ഞങ്ങൾക്ക് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ഒരിക്കൽ ഞങ്ങൾ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടവരാണ്. ലോകത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റപ്പെട്ടു പോകുമ്പോൾ ദൈവം നിന്റെ സ്ഥലത്തിലേക്ക് എടുക്കപ്പെടണമെങ്കിൽ നീ ഞങ്ങൾക്ക് നൽകിയതായ ധന്യമായ ആയുസ് നിന്നോട് ചേർന്ന് അനുഗ്രഹമായിട്ട് ഞങ്ങൾ എടുക്കേണ്ട ദിവസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നിൽ സമർപ്പിതമായ ഒരു ജീവിതം നയിപ്പാന്തപ്പെടണം. അടികൾ നീ സഹായിക്കണമേ. എല്ലാ കൃപകളാലും സമാധാനത്താലും ഞങ്ങളെ ഓരോന്നും നിറയ്ക്കണമേ.
യേശുവിശിയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുമാറാകണമേ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ചെയ്യുമ്പോൾ നിന്റെ ഉപവാന്ന ശബ്ദം കേട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ വന്ന് ചേരേണ്ടവരാകുന്നല്ലോ. അങ്ങനെ ആ ഒരു പോസ്റ്റ് ഞങ്ങൾക്ക് ഓരോ വേർപാടിലൂടെയും അവിടുന്ന് നൽകി തരുന്നുണ്ടല്ലോ. ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഭവനത്തിനായിട്ട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രിയ മാതാവിനായിട്ട് അപേക്ഷിക്കുന്നു. മക്കൾക്കായിട്ടും അവരുടെ കുടുംബങ്ങൾക്കായിട്ടും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ വാക്കുകളൊക്കെ പരിമിതിയുള്ളതുമാകുന്നല്ലോ. എന്നാൽ ഞങ്ങളെ നിരന്തരം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും പ്രത്യാശയിൽ വഴി നടത്തുകയും ചെയ്യുന്ന മഹാദേവമാകിയാൽ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നെ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല എന്നോട് നല്ല ചെയ്യുന്നുണ്ടല്ലോ. നിന്റെ പുനരുത്ഥാന നാൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം എന്നുള്ള പുത്തുന്ന വിശ്വാസത്തിലും പ്രത്യാശയിലും കർത്താവെ പ്രിയ പിതാവിനെ യാത്ര അയപ്പാൻ തരണം. കലഹിൻ്റെ ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയപിതാവിനോട് ഞങ്ങൾക്ക് ലഭിച്ച നല്ല ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. തിരുസഭയ്ക്കായിട്ടും ഇടവയ്ക്കായിട്ടും ദേശത്തിനായിട്ടും ലഭിച്ച നല്ല ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. നല്ല കരുതലിനായിട്ടും കൈത്താങ്കലായിട്ടും ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ദാസന്റെ മാതൃകൾ കർത്താവെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതതിന് ജീവിക്കാനും ഈ ഭരണത്തെയും അല്ലെങ്കിൽ ഞങ്ങളെയും ശക്തീകരിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയിൽ അവിടുത്തെ കൃപയുണ്ടാകണമേ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ. പ്രത്യേകാലത്തോടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ കാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആകേയര നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾക്കുണ്ടായ പ്രയാസം, ബുദ്ധിമുട്ട് അത് ദൈവത്തോട് ചേർന്ന് പങ്കുവയ്ക്കുവാൻ ഈ അവസരം ഉപയോഗിക്കാം. നമ്മൾക്കറിയാം, സന്തോഷ ഭവനത്തിനേക്കാൾ കൂടുതലേറെ നമ്മൾ
സന്താഭവനത്തിൽ പോകുന്ന നമുക്കറിയാം. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതവും എല്ലാവർക്കും കടന്നെത്തുന്ന ഒന്നുമാണ്. പ്രിയപ്പെട്ട തങ്കച്ചാനെ കുറിച്ച് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചോളം 2 ബന്ധമുണ്ട്. ഞാൻ സ്കൂളിലെ അധ്യാപകൻ എന്നതിലുപരി എൻ്റെ സഹോദരനാണ് ജോലിയുടെ ഹസ്ബൻഡ് ജിജു. അതുകൊണ്ട് ഈ കുടുംബവുമായി വ്യക്തിപരമായ നല്ല ബന്ധമുണ്ട്. ധാരാളം പ്രിയപ്പെട്ട തങ്കച്ചാനുമായി ഇടപെടുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യനെ എങ്ങനെ സൗമ്യനായി സംസാരിക്കാൻ കഴിയും, സൗമ്യനായി ജീവിതത്തെ നേരിടാൻ കഴിയും എന്നുള്ളത് നമ്മളെ കാണിച്ചിട്ടുണ്ട്. അത് മരണത്തിൽ കൂടി നമ്മളെ എത്ര സൗമ്യതയോടെ കടന്നുപോയി. വെപ്രാളങ്ങളൊന്നുമില്ലാതെ ജീവിതത്തെ സമാധാനത്തോടെ നോക്കിക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ പ്രിയപ്പെട്ട പിതാവിന് നമുക്ക് പ്രിയ പിതാവിന്റെ നല്ല ആ സംഭാവനകളെ ഓർക്കുവാൻ പ്രിയപ്പെട്ട അമ്മാമ്മയ്ക്ക് മക്കൾക്ക് ആവശ്യമായ ധൈര്യം കൊടുക്കുവാൻ പ്രാർത്ഥിക്കുക എന്ന് മാത്രം സാധ്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തിന് ദുഃഖമാണ്. ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ റാന്നി SC ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും പേരുള്ള ഞങ്ങളുടെ സ്നേഹവായ്പകൾ ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയും ആദരസൂചകമായി ശ്രീമതി ജെമിനി മാത്യൂസ് ടീച്ചർ റീത്ത് സമർപ്പിക്കുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. Amen.
അവർക്ക് സന്തോഷത്തോടെ പ്രദാനം ചെയ്ത് യോഗ്യമായിരിക്കുന്നു. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രദ്ധനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവേ നീതിയുള്ളവൻ നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നു എന്ന് ഇരുഭാഗക്കാരുടെ ചുറ്റും വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായേറ്റവനും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ആഴമുള്ള പാതാളത്തിൽ കൈകൊള്ളുകയില്ലെന്നും കെട്ടുപോകാത്ത പിള്ളാരിൽ വേദനപ്പെടുകയും നിന്റെ സുഖപ്രകാശം കണ്ടവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും തുടരണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. അശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവിടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഒരാശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സ്വരനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിനെ ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിൽ മുമ്പാകെയുള്ള ശ്രേഷ്ഠമായതിനാൽ ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഗ്രഹിക്കുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഉയർപ്പും ജനം താനായിരിക്കുന്നവനും തമ്മിൽ വിശ്വസിക്കുന്നവർ മരിച്ചാൽ ജീവിക്കുമെന്നും ജീവിച്ചിരുന്നവരെ വിശ്വസിക്കുന്ന വിശ്വാസമായും ഭയവൃത്തിയും ഈ ആശ്രയത്തിൻ്റെ ദാസിദാസന്മാരായ എല്ലാവർക്കും വേണ്ടി അവരോട് ഞങ്ങളുടെ സ്വർഗരാജ്യത്തിൽ അനുഭവക്കാരായ തീരതകൊണ്ടും അവരുടെ നല്ല വിശ്വാസത്തെ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധനായി യോഗ്യരായി തിരിച്ചുമാറണമേ. ദൈവത്തിന് വിരോധമായ സാക്ഷ്യം പറയുകയാണ്. ഞങ്ങൾ ദൈവത്തിന് സാക്ഷികളെന്ന് വരും. മരിച്ചവരെങ്കിൽ ക്രിസ്തു ഉയർന്നിട്ടില്ല. ക്രിസ്തു ഉയർന്നിട്ടില്ലായെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എന്ന് മാത്രമേ നിങ്ങളിൽ നിന്നുള്ള ഭാവങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ കൊണ്ടുവരെ നശിച്ചുപോയി ഭാവിയായുസ്മാൻ ക്രിസ്തു ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരും
ദൈവത്തിന്റെ നിങ്ങളോടുകൂടി നിങ്ങളുടെ ഇടയിലുണ്ടായ സകലദോഷങ്ങളിൽ നിന്നും കാത്തു വരച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതരായി തീർക്കുകയും ചെയ്യുവാറാകട്ടെ. ശുശ്രൂഷ പൂർണ്ണമാകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ.
സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു.
സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം എന്റെ സഹോദരങ്ങളെ, ഞാൻ പതാക വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവിടെ കാരടിയിൽ ആകാശത്തിലേക്ക് വർഷിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവെറുപ്പോടും കൂടി ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാവുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്. ഇതാവുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നതിന്. ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതിന്. ഇതാവുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതിന്. ഇതാവുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന്. ഇതാവുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതിന്. ഇതാവുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാരുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതിന്. ദൈവിക സംഗീതക്കാരനായ ദാവീദ് നിങ്ങളോട് കൂടെ വന്ന് മനുഷ്യൻ താൽക്കാലികനാവുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി അങ്ങനെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തിനേൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്നുള്ള ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം നമുക്ക് ഏറ്റുമില്ല. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും
കർത്താവും ശുശ്രൂഷനക്ക് രമ്യവും നമസ്കാരം പ്രസാദവും ഞങ്ങളുടെ വേഷനും പ്രാർത്ഥനയ്ക്ക് ബഹുമാനവും ആയിരിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും പോലും ദൈവമായ സദാനങ്ങളും ഞങ്ങളുടെ മേലും ലഹരിയുള്ള ലോകത്തിന്മേലും ഉണ്ടാവസിച്ചു എന്നെ മാറാകണമേ. ആകാശഭൂമി സൃഷ്ടകർത്താവാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ശുശ്രൂഷ സമസ്യങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം ബലഹീനതയും കുറവുള്ള പ്രാർത്ഥനകൾ ഉന്നതമായ വിശ്വാസം എന്താകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. സംസ്കാര ശുശ്രൂഷയില് കുടുംബങ്ങൾ വന്ന് ആശ്വസിപ്പിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തതായിട്ടുള്ള ബഹുമാനമുള്ള വൈദികരോട് വിശിഷ്യ നമ്മുടെ സമിതിയിലെ ശുശ്രൂഷയിൽ നമ്മോടൊപ്പമായിട്ട് ബഹുമാനപ്പെട്ട ബോബി ഫിലിപ്പച്ചനോടുള്ള നന്ദി സ്നേഹവും കുടുംബാംഗങ്ങളിൽ അറിയിക്കുന്നു. ഈ വേർപാടിൻ്റെ ദുഃഖത്തിൽ വിവിധമായ സ്ഥലങ്ങളിൽ നിന്നും ഇടവഴിയിലെ പ്രിയപ്പെട്ടവർ കുടുംബാംഗങ്ങൾ വന്ന് പങ്കെടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കുടുംബാംഗങ്ങളിൽ അറിയിക്കുന്നു. ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ മകൾ സോജിയും മരുമൻ സാമും അംഗങ്ങളായിരിക്കുന്ന പഴവങ്ങാടി കൈക്കാനുകൾ മൊത്തമായിട്ട് വരുന്നു. ഈ കുടുംബ ഇടവകളിലെ സജീവ പ്രവർത്തകരും എല്ലാ കാര്യങ്ങളും നമ്മുടെ കുടുംബമാവുന്നു. ഇടവേളകളിലുള്ള അനുശോചന പ്രാർത്ഥനയും ഇത്തരത്തിൽ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ ഏവരും സംബന്ധിക്കണമെന്ന് അറിയുന്നു. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട്